ബിഗ് ബോസ് വിജയം ഒന്നും ചോദിക്കില്ല, എനിക്കൊന്നും പറയാനില്ല. ഇനിയിപ്പോ കരഞ്ഞാ മതിയല്ലോ, നാണോ ഇല്ലാത്തവൻ. ഒരു അനീഷേട്ടനെ ഒരാളെ പറ്റി ചോദിച്ചില്ല ഒരാള്. അതെ, അതെന്താ പറഞ്ഞപ്പോ? വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. ഇല്ല, അപ്പൊ കേൾക്കണം. അല്ല ഒന്നും പറ. വിഷമിക്കാതിരിക്കും, നമുക്ക് സമാധാനമായിട്ടിരുന്ന് ആലോചിക്കാം. ഇല്ല, അനീഷേട്ടൻ എന്തോ തേച്ചെന്നോ? അതിനു തേച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. കുറച്ചുകൂടെ മാന്യതയോടെ സംസാരിക്കണം. ഞാനൊരു സെലിബ്രിറ്റിയാണ്, അത് ഓർമ്മ വേണം. നിങ്ങളുടെ പ്രശ്നം ഇതാണ്, പറയാത്ത കാര്യം പറഞ്ഞു തുടങ്ങി. ഇനി മേലാൽ മൂക്കിലിരുന്ന് മൂളിയാൽ ചിന്തേറിട്ട് കളയും ഞാൻ. അനീഷേട്ടനായിട്ട് എന്തോ പ്രശ്നം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അനീഷേട്ടന് ഒരു പ്രശ്നമില്ല. നീ സഭ്യതയുടെ അതിർവരമ്പുകൾ വീണ്ടും ലംഘിക്കുന്നു. എന്താ അനീഷേട്ടന് പ്രശ്നം? രമേശൻ നായർ ഇത്തരം അസാൻമാർഗിക പ്രവൃത്തികൾ സഹിക്കുന്നയാളല്ല. അനീഷേട്ടനായിട്ടുള്ള റിലേഷനെ പറ്റി അനുമോളോട് ചോദിച്ചില്ലേ? എന്റെ അടുത്ത് ചോദിച്ചു. ആ. അപ്പൊ അതിനൊന്നും ഇല്ലേ? അപ്പൊ അനുമോൾ എന്തോ പറഞ്ഞില്ലേ ഉത്തരം? പറഞ്ഞു. അതെന്താ പറഞ്ഞെന്ന് ചോദിച്ചേ? ചേട്ടൻ കേട്ടില്ലേ? ഇല്ല. അത് പോയിട്ട് നോക്ക്. പൊക്കണം. ഞാൻ പോവൂല. നിന്നോട് പോകാനല്ലേ പറഞ്ഞത്? ഞാൻ പോവൂലെന്നാലും ഞാൻ ആദ്യം നിന്ന് കിണക്കുന്നത് കണ്ടില്ലേ? ഒന്ന് പറ. ഇല്ല. ഒരു കാര്യം ഒരു വട്ടേ പറയുള്ളൂ ഞാൻ. രണ്ടാമത്തോട്ടും പറയാം, ഇല്ല. കേൾക്കാത്തോണ്ട്. ഇല്ല. ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഇപ്പൊ ഫുൾ പേയ്മെന്റ് അക്കൗണ്ടിൽ വന്നോ? ഇയാൾക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ കൊടുത്തേക്ക്. എനിക്ക് കുറച്ച് കാശിന്റെ ആവശ്യമുണ്ട്, ഇയാൾ തരുമോ? വന്നില്ലെങ്കിൽ വാങ്ങി തരൂ. എന്തൊക്കെ അറിയണം? അല്ല, അനീഷേട്ടന് 1 ലക്ഷം രൂപ തന്നെ കിട്ടി. 10 ലക്ഷം രൂപ ആയിക്കോട്ടെ, അതിപ്പം അനുമോൾക്ക് കിട്ടോ? എനിക്ക് കിട്ടി, എനിക്ക് നല്ലത്. അനീഷേട്ടൻ ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും. ഐ മീൻ ലോക പരാജയം. അതിനൂല അതിനൊഴിവാക്കിയാ അനുമോളെ ഇതിനെ അടിച്ചാ മതിയോ? ആശാൻ തന്നെ പറ. ഒരു കാര്യം ചോദിക്കട്ടെ, ഈ നമുക്ക് കാറ് കിട്ടും പറഞ്ഞില്ലേ? എന്റെ കൊച്ചേട്ട നിങ്ങൾക്ക് വല്ലതും കൂടിയോ? 4 ആളെ കണ്ട അവന്റെ തലക്ക് ഭ്രാന്താണെന്ന് അറിയത്തില്ലേ? വെറുതെ തള്ളിയിട്ട് പോയതാ. അതെന്നാ ഡെലിവറി ആവാ? ഞാൻ ചേട്ടനെ അറിയിക്കാം. എനിക്കില്ലാത്ത പ്രശ്നം ചേട്ടന്. അല്ല, ഞങ്ങൾക്ക് അല്ല, അനുമോളുടെ ആരാധകർ ഇങ്ങനെ കമന്റിൽ ചോദിക്കുന്നുണ്ട്,